നമ്മുടെ വീടുകളിൽ ഒരു കാലത്ത് ദാഹശമനിയായി നൽകിയിരുന്നത് ജീരകവെള്ളമാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ജീരകം. ജീരകം ഏറെ ഔഷധ ഗുണമുള്ളതായാണ് പരിഗണിക്കപ്പെടുന്നത്. ഭക്ഷണത്തിൽ ജീരകം ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വയറും തടിയും ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീരകം സഹായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ ഫലം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ജീരകത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ നാരുകൾ വിശപ്പ് കുറയ്ക്കാനും ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ചെറുക്കാനും സഹായിക്കുന്നു. ജീരകവെള്ളത്തിന് കലോറിയും കുറവാണ്. അമിതഭാരവും അമിതവണ്ണവും ഉള്ളവർ 3 മാസത്തേക്ക് 3 ഗ്രാം ജീരകപ്പൊടി തൈരിൽ ചേർത്ത് കഴിച്ചാൽ അരക്കെട്ടിലേതടക്കം ശരീരത്തിലെ കൊഴുപ്പും ശരീരഭാരവും ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അമിതഭാരവും അമിതവണ്ണവും പ്രതിദിനം ജീരകം കഴിക്കുന്നത് മൊത്തം കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ജീരകം കഴിക്കുന്നവരിൽ ഉയർന്ന സാന്ദ്രതയുള്ള ലെപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ നടത്തിയ പഠനത്തിൽ ജീരക എണ്ണയുടെ ഉപയോഗം ബ്ലഡ് ഷുഗർ കുറച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കരിഞ്ജീരകം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ സമ്മിശ്ര ഫലമാണ് ലഭിച്ചത്. ജീരകം കഴിക്കുന്നത് വയറുവേദന അടക്കമുള്ള പല രോഗത്തിന്റെ ലക്ഷണങ്ങളും പുരോഗതി കണ്ടെത്തിയിട്ടുണ്ട്. മലബന്ധം, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നമുള്ളവർക്ക് ജീരകവെള്ളം സഹായകമാണ്. മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ ജീരകത്തിന്റെ ഉപയോഗം ശരീരത്തെ സഹായിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ജീരകം ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഫലങ്ങളെ ചെറുക്കുന്നു എന്ന് പറയപ്പെടുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാനും ജീരകം സഹായിക്കുന്നുണ്ട്. നിർജ്ജലീകരണം തടയാനും മികച്ച ഒന്നാണ് ജീരകവെള്ളം. വിളർച്ച പരിഹരിക്കാനും ജീരകവെള്ളം ഉത്തമമാണ്. ഇരുമ്പിന്റെ കുറവ് മൂലമാണ് വിളർച്ചയുണ്ടാകുന്നത്. ജീരകത്തിൽ നമുക്കറിയാം ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും ജീരകം സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യമാണ് ഇതിന് സഹായകമാകുന്നത്. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ആരോഗ്യകാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.